ഇത് നമ്മുടെ ഫാമിലെ BV380 കോഴികളാണ്. വർഷത്തിൽ 300 മുതൽ 320 മുട്ട വരെ തരുന്ന BV380 കോഴികളാണ് നമ്മുടെ ഫാമിൽ ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഷെഡാണ്. ഇതിനകത്ത് 300 കോഴികളാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫാമിലെ BV380 കോഴികളുടെ ഗ്രോവർ സ്റ്റേജിലുള്ള കോഴികളാണ്. കോഴികളെ നമ്മൾ ഏകദേശം ഒരു 45 ദിവസം മുതൽ ടിൽ ഗ്രോവർ പീരീഡ് വരെ നമ്മൾ വെക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇതിനകത്ത് നമ്മൾ ഇതും ഏകദേശം ഒരു 700 സ്ക്വയർ ഫീറ്റ് ഷെഡാണ്. ഇതിനകത്ത് ഏകദേശം അത്ര തന്നെ ബേർഡ്സ് നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫാമിൻ്റെ ഒരു സ്റ്റഡി സെൻറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ അധികം കോഴികളൊന്നും നമ്മളിവിടെ ഇരിക്കുന്നില്ല. അത് നമ്മുടെ അടുത്ത ഫാമുകളിലാണ് നമ്മൾ ഇടുന്നത്. ഇത്രയും ബേർഡ്സാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് സെയിലിന് പോയിട്ട് നമ്മൾ ഒരു 2 മന്ത്സിന് ശേഷമാണ് നമ്മൾ സെയിൽ തുടങ്ങുന്നത്. ഈ ഫാമിൽ നിന്ന് 2 മന്ത്സിന് ശേഷം ഏത് ഏജിലുള്ള ബേർഡ്സ് ആണെങ്കിലും നമ്മളിവിടെ സെയിൽ തുടങ്ങും. അങ്ങനെ സെയിലിന് പോയി കഴിഞ്ഞാൽ ബാക്കി വന്നിട്ടുള്ള കോഴികളാണ് ഇവിടെ ഉള്ളത്. അൻസീസ് ഫാമിൽ നിങ്ങൾക്ക് മുട്ടക്കോഴികൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽപ്പെട്ട എല്ലാവിധ കോഴികളും അതിൻ്റെ കുഞ്ഞുങ്ങളും മുട്ടയും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഷെഡിലുള്ളത് ഇപ്പോൾ ഉള്ളത് ടർക്കിയുണ്ട്, ഗിനി, വാത്ത, അതുപോലെ നമ്മുടെ ഫ്രിസിൽ, കരിങ്കോഴി, കുറച്ച് എണ്ണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബ്ലാക്ക് ടർക്കിയുണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കരിങ്കോഴിയുടെ ഫീമെയിൽസ് ഉണ്ട്, പിന്നെ റെയിൻബോ റൂസ്റ്റർ. ഈ എല്ലാ രീതിയിലുള്ള ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളും ഡേ ഓൾഡ് ആൻഡ് മന്ത് ഓൾഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളർത്താൻ പറ്റുന്ന ബേർഡ്സ് ആണ്. നല്ല രീതിയിൽ നമ്മളായിട്ട് ഇണങ്ങി, നല്ല രീതിയിൽ നമ്മളായിട്ട് ഭയങ്കര നല്ല ഫാമിലി മെമ്പേഴ്സിനെ പോലെ കഴിയുന്ന ബേർഡ്സ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ മുട്ടക്കോഴികളുടെ എല്ലാ വെറൈറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മുട്ട തരുന്ന കോഴികളാണ് BV380, ഇൻഡിബ്രോ, ഹൈലൈൻ എന്നൊക്കെ പറയുന്ന കോഴികൾ. ഈ എല്ലാ കോഴികളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഹൈലൈൻ്റെ കോഴികളാണ് ഇപ്പോൾ ഇവിടെ ഈ 4 എണ്ണം നിൽക്കുന്നത്. നമ്മൾ ജസ്റ്റ് വരുന്നവർക്ക് സാമ്പിൾ കാണാൻ വേണ്ടി മാത്രമാണ് ഇത് ഇട്ടേക്കുന്നത്. ഇത് നിങ്ങൾ ഓർഡർ തരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. അൻസീസ് ഫാമിൽ നിങ്ങൾക്ക് മുട്ടക്കോഴികളെ പോലെ തന്നെ ടർക്കി, ഗിനി, അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രഹ്മ ഇനത്തിൽപ്പെട്ട കോഴിയാണ്. ബ്രഹ്മ, ഫാൻസി, ബാക്കിയുള്ള എക്സോട്ടിക് ബേർഡ്സിലെ കുറച്ച് വെറൈറ്റികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇൻഡിബ്രോ ബ്രീഡിംഗ് ഫാം ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ റെയിൻബോ റൂസ്റ്റർ ഇനത്തിൽപ്പെട്ട കോഴികളാണ്. ഇത് നമുക്ക് ഇറച്ചിക്കായും മുട്ടയ്ക്കായും 2 രീതിയിൽ നമുക്ക് വളർത്താവുന്നതാണ്. കൂടുതലും മെയിൽ ബേർഡ്സ് പോകുന്നത് ഇറച്ചിക്കായിട്ടും ബാക്ക്യാർഡ് പൗൾട്രി ഫാമിന് ഉപയോഗിക്കുന്ന ഒരിനം കോഴി കൂടെയാണ് ഈ റെയിൻബോ റൂസ്റ്റർ. ഇൻഡിബ്രോ ബ്രൗൺ ലെയറിൻ്റെ 1 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണിത്. വർഷത്തിൽ 320 മുട്ട വരെ നമുക്ക് ലഭിക്കും. ഇത് ഫ്രീ റേഞ്ച് ആയിട്ടും അതുപോലെ കേജ് സിസ്റ്റം രണ്ടിലും വളർത്താൻ പറ്റുന്ന കോഴികളാണ് ഇൻഡിബ്രോ ബ്രൗൺ ലെയർ.
നമ്മുടെ അൻസീസ് ഫാം ആൻഡ് റിസോഴ്സ് സെൻറ്റർ കുടുംബശ്രീ എന്ന സ്ഥാപനം കേരളത്തിലുടനീളം നമ്മളെ കുടുംബശ്രീ അംഗങ്ങൾക്കായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടും കോഴിയും പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന കൂടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ വെച്ചിരിക്കുന്നത്. 6 അടി ഉയരമാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ലെഗ് സ്പേസ് എന്ന് പറയുന്നത് 3 അടി വരെ ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഈ റൂഫിംഗ് ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ടാറ്റ മെഷാണ്. അതുപോലെ നിപ്പിളുണ്ട്, നിപ്പിൾ കപ്പുണ്ട്. അതുപോലെ തന്നെ 5 ഫീറ്റിൻ്റെ ഫീഡർ. അതുപോലെ നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഗാർഡാണ്. കോഴികളെ ബാഹ്യജീവികളിൽ നിന്നും കോഴിയും മുട്ടയും അവർക്കൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗാർഡാണിത്. അതുപോലെ തന്നെ നമുക്ക് പട്ടികളിൽ നിന്നും അതുപോലത്തെ പട്ടി, കീരി, കുറുക്കൻ അങ്ങനത്തെ ജീവികളിൽ നിന്നും കോഴികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള താഴത്തെ പ്രൊട്ടക്ഷൻ ഗാർഡാണിത്. ഇത് ഏകദേശം 1 അടി താഴ്ത്തിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിമേ താഴേന്ന് പട്ടി കാല് പിടിച്ച് വലിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മൾ നല്ല ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് കൂട് കേരളത്തിലുടനീളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻസീസ് ഫാം ആൻഡ് റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലെ കുടുംബശ്രീ എംപാനൽഡ് ഏജൻസിയാണ് കോഴിയും കൂടും പദ്ധതിക്കായിട്ടുള്ളത്. പല പ്രൊജക്റ്റുകളായിട്ടാണ് നമ്മൾ ഈ കുടുംബശ്രീ കൂടും കോഴിയും പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 കോഴിയുടെ കൂടും കോഴിയും പദ്ധതിക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂടാണിത്. ഇതിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് 20 കോഴി, അതുപോലെ ഈ ഹൈടെക് കേജ്, 10 ലിറ്ററുടെ ബക്കറ്റ്, 50 കിലോ ഫീഡ്, അതുപോലെ തന്നെ മെഡിസിൻ കിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫാർമർക്ക്, അതായത് കർഷകന് നമ്മളൊരു ട്രെയിനിങ് കൊടുത്ത ശേഷം മാത്രമേ നമ്മൾ ഈ കൂടും കോഴിയും വിതരണം ചെയ്യാറുള്ളൂ. അതേപോലെ അവർക്ക് ഒരു ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള ഒരു ഫോളോ അപ്പും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലേക്ക് പോകേണ്ട കൂടും കോഴിയുടെ മെറ്റീരിയൽസ് ആണ്. നമ്മളിത് യൂസ് ചെയ്യുന്നത് ടാറ്റ മെഷും PVCയും അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇത് കേരളത്തിലെ ട്രിവാൻഡ്രത്തേക്കും അതുപോലെ കൊല്ലത്തേക്കുമുള്ള ലോഡാണ് ഈ നമ്മളിവിടെ ചെയ്തു വെച്ചേക്കുന്നത്. നമ്മളവിടെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. കൂടും കോഴിയും ഒക്കെ അതാത് സൈറ്റുകളിൽ പോയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻസീസ് ഫാമിൻ്റെ ലെയർ ഫാം യൂണിറ്റ് ആണിത്. ഇവിടെ 2000-ഓളം കോഴികളെയാണ് നമ്മളിവിടെ വളർത്തുന്നത്. ഇതിനകത്ത് നമ്മൾ വളർത്തുന്നത് BV380 കോഴികളുണ്ട്, അപ്പുറത്തെ സൈഡ് ഹൈലൈൻ കോഴികളുണ്ട്. ഇങ്ങനെ 2 ബ്രീഡിൽപ്പെട്ട കോഴികളെ നമ്മൾ 2 ഫാമിലായിട്ടാണ് വളർത്തുന്നത്. അതിലൊരു ഫാമാണിത്. ഇതിൽ BV380 കോഴി എന്ന് പറയുന്നത് നമുക്ക് വർഷത്തിൽ 300 മുതൽ 320 മുട്ട തരുന്ന വളരെയധികം പ്രതിരോധ ശേഷിയോടുകൂടി നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു കോഴിയാണ്. ഈ കോഴിയാണ് നമ്മൾ പഞ്ചായത്തുകളിൽ അതുപോലെ തന്നെ കുടുംബശ്രീ CDSകളുടെ കുടുംബശ്രീ പ്രൊജക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴികളെയാണ് നമ്മളിവിടെ മുട്ടക്കോഴിയായിട്ട് നിർത്തിയേക്കുന്നത്. ഈ മുട്ടക്കോഴികളെ നമ്മൾ വളർത്തുന്നതോടുകൂടി, അതായത് ഒരു 1500 കോഴികൾ വളർത്തുന്ന ഫാമിൽ ഉറപ്പായിട്ടും നമുക്കൊരു 60,000 മുതൽ 70,000 വരെ വരുമാനം നമുക്ക് ഇതിലൂടെ ലഭിക്കും. അൻസീസ് ഫാം ആൻഡ് റിസോഴ്സ് സെൻറ്റർ കുടുംബശ്രീ എന്ന സ്ഥാപനം കർഷകർക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ ഷെഡ് വേണോ ആ രീതിയിൽ ഷെഡ് പണിത് തരികയും അതുപോലെ തന്നെ അതിൽ എങ്ങനെ കൂട് വേണോ അതുപോലെ പണിത് തരികയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ, അതായത് വാക്വം ആയിട്ടുള്ളൊരു ഷെഡാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു കൂട് സെറ്റ് ചെയ്യുന്ന രീതിയും ഒരു കൂട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും അതിൻ്റെ മെഷ് എങ്ങനത്തെ ആയിരിക്കണമെന്നും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ എംപാനൽഡ് ഏജൻസിയായ അൻസീസ് ഫാം ആൻഡ് റിസോഴ്സ് സെൻറ്റർ എന്ന സ്ഥാപനം കേരളത്തിലുടനീളം എല്ലാ CDSകളിലും ഒരുപാട് CDSകളിൽ കൂടും കോഴിയും വിതരണം ചെയ്ത് വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 9ഓളം CDSകളിലായി 1000, 1500, 2000-ൻ്റെ അടുത്തോളം കൂടുകൾ ഇന്ന് കുടുംബശ്രീയുടെ കീഴിൽ അൻസീസ് ഫാം ആൻഡ് റിസോഴ്സ് സെൻറ്റർ കുടുംബശ്രീ എന്ന സ്ഥാപനം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ കുടുംബശ്രീയെ അംഗീകരിച്ച, കുടുംബശ്രീ സംസ്ഥാന മിഷൻ അംഗീകരിച്ച പൗൾട്രി പ്രൊജക്ട്സ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. കുടുംബശ്രീ സംസ്ഥാന മിഷൻ അംഗീകരിച്ച പദ്ധതികളാണ് നമ്മൾ CDSകൾ വഴി ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതിൽ 10 കോഴിയും കൂടും എന്നുള്ള പദ്ധതിയുണ്ട്. അതിൽ വരുന്നത് 10 കോഴിയുടെ ഹൈടെക് കേജ്, മുട്ടയിടാൻ ഏകദേശം 2-3 ആഴ്ച നിൽക്കെ 16 ആഴ്ചകൾ മുകളിലായ കോഴികൾ, 20 കിലോ തീറ്റ, ഒരു മെഡിസിൻ കിറ്റ്, ട്രെയിനിങ്, ഫോളോ അപ്പ്, ഇത്രയുമാണ് നമുക്ക് കുടുംബശ്രീയുടെ 10ൻ്റെ പ്രൊജക്റ്റിലുള്ളത്. അതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 13,250 രൂപയാണ് നമ്മൾ കുടുംബശ്രീ വഴി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് CF ആയിട്ടാണ് അധികം നമ്മൾ കുടുംബശ്രീ CDSL വഴി ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അൻസീസ് ഫാമിൻ്റെ ലെയർ ഗ്രോവർ
യൂണിറ്റാണ് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനകത്ത് 3000-ഓളം ഗ്രാമശ്രീ കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ഈ കോഴി കുഞ്ഞുങ്ങൾ കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും പല പദ്ധതികൾക്കായിട്ട് നമ്മൾ വിതരണം ചെയ്തു വരുന്നു.